ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചക്ക ചിപ്സ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ നല്ല വില കൊടുത്തിട്ടാണ് ഈ ചക്ക ചിപ്സ് വാങ്ങിക്കഴിക്കുന്നത്. എന്നാൽ ഇനി അങ്ങനെ കാശ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല. ചക്ക ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ. ഈസി ആയിട്ട് ഈ ചക്ക ചിപ്സ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഈ ചക്ക ചിപ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചക്ക ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുള നമുക്ക് ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും അല്പം കയറ്റി തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊന്ന് പിളർന്നതിന് ശേഷം അകത്തു നിന്നും ഇതിൻ്റെ കുരു ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം ഈ ചുള മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അധികം തിന്നായിട്ട് കട്ട് ചെയ്യരുത്, എന്നാൽ നന്നേ കട്ടിയായിട്ടും കട്ട് ചെയ്യരുത്. ഇതുപോലെ ഒരു മീഡിയം സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചക്ക പകുതി ഭാഗം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് മുഴുവൻ ചക്കയും കട്ട് ചെയ്തെടുക്കണം. ഒരു ചക്ക മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം ഈ ചക്ക ചിപ്സ് ഒരു കേടും കൂടാതെ കഴിക്കാൻ പറ്റും. ഒന്നും തന്നെ ആയിപ്പോവില്ല. അപ്പോൾ ചക്കയുള്ളവരാണെങ്കിൽ കുറച്ചധികം തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇതുപോലെ മുഴുവൻ ചക്കയും കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്യില്ല. ഉപ്പ് ചേർക്കണം, പക്ഷേ അത് ചേർക്കുന്നത് എപ്പോഴാണെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തതുകൊണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു പാത്രമാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് അല്പം ചക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോകുകയൊന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ അടികട്ടിയുള്ള പാത്രം എടുക്കണമെന്ന് പറയുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 2 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ തന്നെ ഒന്ന് വെക്കുക. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചക്ക മുഴുവനും ഓയിലിൽ നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതിനല്പം കളറ് കുറവാണ്. അപ്പോൾ നമ്മൾ ചക്ക ചിപ്സിന് ഒരു യെല്ലോയിഷ് കളറാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിലിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ ഓയിലിലോട്ട് തന്നെ ചേർക്കണം. എങ്കിൽ മാത്രമേ ചക്കയുടെ എല്ലാ വശത്തും ഈ യെല്ലോയിഷ് കളർ എത്തുള്ളൂ. ഇല്ലെങ്കിൽ ചക്കയിലോട്ട് നേരിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സൈഡിൽ മാത്രമേ ഈ യെല്ലോ കളറ് വരുള്ളൂ. അപ്പോൾ മുഴുവനായിട്ടും നമ്മൾ ഓയിലിലോട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിവേപ്പില കൂടി ചേരുമ്പോൾ. ഇനി ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിയിട്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ സൗണ്ട് കളഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത് കോരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള ചക്ക കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഓയിലിലോട്ടൊന്ന് മുങ്ങുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നമ്മൾ ഓരോ തവണ ചക്ക ഇട്ട് കൊടുക്കുമ്പോഴും അതിൻ്റെ മുകളിലായിട്ട് 1/4 ടീസ്പൂൺ വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ഈ ചക്ക ചിപ്സ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ചക്ക ചിപ്സ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, ഇനി ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അല്പം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ വശത്തും എത്തിക്കോളൂ. ഇനി ഇതുപോലെ ബാക്കിയുള്ള ചക്ക ചിപ്സ് കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ മുഴുവൻ ചക്കയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഒരു ചക്ക മുഴുവനായിട്ടും ഞാൻ ഫ്രൈ എടുത്തിട്ട് ഇത്രയും ചക്ക ചിപ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ അല്പം തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം ഒരു കേടും കൂടാതെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചക്ക ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.